ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, നല്ലൊരു പ്രഭാതം പ്രത്യേകമായിട്ട് നേരുകയാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. ജീവിതത്തിൽ നന്മയിലൂടെ പോകുവാനായിട്ട് ശ്രമിക്കുമ്പോഴും പലപ്പോഴും ജീവിതത്തിൽ കുറവുകളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പാപാവസ്ഥകൾ ദൈവത്തിൽ നമ്മളെ ഏറെ അകറ്റിക്കളയുവാനും സാധ്യതയുണ്ട്. ദൈവത്തിൽ നിന്ന് ഏറെ അകന്ന് പാപത്തിൻ്റെ ചുടുകുഴിയിലൊക്കെ താണുകിടക്കുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നുമ്പോൾ നമ്മളെ കൈവിടുന്നവനല്ല ദൈവം. ഒന്ന് തിരിയുവാനായിട്ട് തയ്യാറായാൽ, ദൈവത്തെ ഒന്ന് ആശ്രയിക്കുവാനായിട്ട് തയ്യാറായാൽ, പഴയ വഴികളൊക്കെ ഒന്ന് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറായാൽ നിൻ്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കും. മിക്ക പ്രവാചകൻ പറയുന്ന ഒരു വാചകമുണ്ട്. ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകത്തെക്കുറിച്ച്, ദൈവം നൽകുന്ന വാഗ്ദാനത്തെക്കുറിച്ച്, ദൈവം എടുത്ത് ഉയർത്തുന്നതിനെക്കുറിച്ചാണ് മിക്ക പ്രവാചകൻ പറയുക. 7-ാം അധ്യായം 19-ാം വാക്യം. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. മിക്ക പ്രവാചകൻ പറയാണ്, നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ കർത്താവ് നിന്നോട് കാരുണ്യം കാണിക്കും. അതെല്ലാം കർത്താവ് മാറ്റിക്കളയും. നീ കർത്താവിലേക്ക് ആശ്രയിക്കണമെന്ന് മാത്രം. ജീവിതത്തിൽ ഇന്നോളം ഒന്നും കൈവിട്ടു പോയിട്ടില്ല. നിൻ്റെ ഹൃദയം കർത്താവിലേക്ക് ചേർന്നിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ കൈവിടില്ല എന്നുള്ളൊരു ബോധ്യം നൽകണമേ. നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു കൃപ നൽകണമേ. ഈ ദിവസത്തിൽ നിൻ്റെ നിറസാന്നിധ്യം നൽകി പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷണം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമേ